ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى أيضا في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا لا تحلوا شعائر الله ولا الشهر الحرام ولا الهدي ولا القلائد ولا آمين البيت الحرام يبتغون فضلا من ربهم ورضوانا. وإذا حللتم فاصطادوا ولا يجرمنكم شنآن قوم أن صدوكم عن المسجد الحرام أن تعتدوا وتعاونوا على البر والتقوى ولا تعاونوا على الإثم والعدوان واتقوا الله إن الله شديد العقاب. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ ഭയന്ന് തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഭൂമിയിൽ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി, അള്ളാഹുവിന് സുജൂദ് ചെയ്യുവാൻ വേണ്ടി
മുസ്ലിം സമൂഹം പണിതുയർത്തുന്ന ആരാധനാലയമാണ് മസ്ജിദ് അഥവാ പള്ളികൾ എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തിൻ്റെ പള്ളികൾ മസ്ജിദ് എന്നതിനേക്കാൾ ബൈത്തുള്ള, അള്ളാഹുവിൻ്റെ ഭവനം എന്ന നിലയിലാണ് ഇസ്ലാം ഈ പള്ളികളെ പരിചയപ്പെടുത്തുന്നത്. ലോകത്ത് എവിടെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണെങ്കിലും, ആരുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണെങ്കിലും, ആ പള്ളികളെല്ലാം തന്നെ ബൈത്തും മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ട ഭവനങ്ങളാണ്. 120 കോടിയോളം വരുന്ന ലോക മുസ്ലിം സമൂഹത്തിന് ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എണ്ണമറ്റ ലക്ഷോപലക്ഷം ആരാധനാലയങ്ങളുണ്ട്, പള്ളികളുണ്ട്. ആ പള്ളികളുടെ കൂട്ടത്തിൽ ഒരു പള്ളിയായിരുന്നു 992 ഡിസംബർ 6 തകർക്കപ്പെട്ട ഈ രാജ്യത്തെ സംഘ് പരിവാറിന്റെ കരങ്ങളാൽ തകർക്കപ്പെട്ട, ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബാബരി മസ്ജിദ് എന്ന പള്ളി. ബാബരി മസ്ജിദ് എന്ന ഈ പള്ളി മാത്രമല്ല, ലോകത്ത് മുസ്ലിം സമൂഹം അള്ളാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ചിട്ടുള്ള എല്ലാ പള്ളികളും, ഈ പള്ളികളുടെ എല്ലാം മുഖദർശനം, അതിൻ്റെ കിബില എന്ന് പറയുന്നത് മക്കയിലെ വിശുദ്ധ കഅബാലയമാണ്. ലോകത്തെ എല്ലാ പള്ളികളും ഈ കഅബാലയത്തിന്റെ നേരെ മുഖം തിരിക്കപ്പെടണം എന്നത് അള്ളാഹു നിശ്ചയിച്ച ഒരു തീരുമാനമാണ്. മുസ്ലിങ്ങൾ ലോകത്ത് എവിടെ പള്ളി പണിതാലും ആ പള്ളി ഏത് വസ്തു കൊണ്ട് പണിയണമെന്ന് അള്ളാഹു താല തീരുമാനിച്ചിട്ടില്ല. എങ്ങനത്തെ പള്ളിയും ആകാം. പക്ഷെ ലോകത്ത് എവിടെ പള്ളി പണിതാലും ആ പള്ളി, അതിന്റെ മുഖം മക്കയുടെ നേരെ, കഅബയുടെ നേരെ, മസ്ജിദുൽ ഹറാമിന്റെ നേരെ ആയിരിക്കണം എന്നത് അള്ളാഹു താല നിശ്ചയിച്ചിട്ടുള്ള ഒരു ഉപാധിയാണ്. വമിൻ ഹൈസു ഖറജത ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. അല്ലാഹു കൽപ്പിച്ചു, നീ എവിടെ നിന്ന് യാത്ര പുറപ്പെട്ടാലും, എവിടേക്ക് പുറപ്പെട്ടാലും നിന്റെ മുഖത്തെ നീ മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കുക. വമിൻ ഹൈസു ഖറജതും വഹൈസു മാ കുൻതും ഫവല്ലു വുജൂഹകും ശത്റ. നിങ്ങൾ ഈ ഭൂമിയുടെ ഏത് കോണിൽ പോയി ചെന്നാലും, അകപ്പെട്ടാലും, നിങ്ങൾ എവിടേക്ക് പോയാലും നിങ്ങളുടെ മുഖം ആരാധനാവേളയിൽ അതിന്റെ നേരെ തിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോട് ആജ്ഞാപിച്ചിട്ടുള്ള ഒരു കൽപ്പനയാണ്. അതുകൊണ്ട് ലോക മുസ്ലിങ്ങളുടെ മുഴുവൻ പള്ളികളും അതിന്റെ മുഖം തിരിക്കപ്പെട്ടിട്ടുള്ളത് ഈ മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന വിശുദ്ധ മന്ദിരത്തിന്റെ നേരെയാണ്. മസ്ജിദുൽ ഹറം അല്ലെങ്കിൽ കഅബ എന്ന് പറയുന്ന ഈ വിശുദ്ധ ദൈവിക മന്ദിരത്തിന് മുസ്ലിം സമൂഹത്തിന്റെ ജീവിതത്തിലെ പ്രാധാന്യം, മുസ്ലിം സമൂഹത്തിന്റെ ജീവിതവുമായി മസ്ജിദുൽ ഹറമിനുള്ള വൈകാരികമായ ബന്ധം നമുക്കറിയാം. ഒരു മുസ്ലിം ലോകത്തിന്റെ ഏത് കോണിൽ അവൻ അകപ്പെട്ടാലും, അവൻ യാത്ര പോയാലും 5 നേരം ഒരു ദിവസം അവന്റെ മുഖവും അവന്റെ നെഞ്ചും തിരിയുന്നത് ഈ മസ്ജിദുൽ ഹറമിന്റെ നേരെയാണ്. പിന്നിട്ട നൂറ്റാണ്ടുകളിൽ ഈ ലോകത്തോട് വിട പറഞ്ഞ, പരലോകം പ്രാപിച്ച പരകോടി മനുഷ്യർ അന്ത്യവിശ്രമത്തിന് വേണ്ടി അവരുടെ മുഖം തിരിച്ചുവെക്കപ്പെട്ടതും, അഥവാ അവസാനമായി അവരെ ഖബറിൽ കൊണ്ടുപോയി കിടത്തിയപ്പോൾ ആ ഖബറിലും അവരുടെ മുഖം തിരിച്ചുവെക്കപ്പെട്ടതും ഈ വിശുദ്ധ മന്ദിരത്തിന്റെ നേരെയായിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, മരണത്തിലും തങ്ങളുടെ മുഖം ആ മന്ദിരത്തിന്റെ നേരെയായിരിക്കണം എന്നത് ഒരു വിശ്വാസിയുടെ അടങ്ങാത്ത ആഗ്രഹമാണ്. അങ്ങനെ ഒരു ജനതയുടെ ജീവിതവുമായി ഇത്രമാത്രം വൈകാരികമായ ബന്ധമുള്ള ഒരു പള്ളിയാണ് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്നത്. അത്രയും പ്രാധാന്യം ലോകത്തെ ഒരു പള്ളിക്കും മുസ്ലിം സമൂഹത്തിലില്ല. ഒന്നാമത്തെ പ്രാധാന്യം മസ്ജിദുൽ ഹറാം, രണ്ടാമത്തേത് മസ്ജിദുൻ നബവി,
മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സ. ഈ 3 ഹറമുകൾ, ഇത് 3 ഹറമുകളാണ്. മുസ്ലിം സമൂഹത്തിന് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട 3 പള്ളി, അതിൽ ഒന്നാമത്തേതാണ് മസ്ജിദുൽ ഹറാം. മുസ്ലിം സമൂഹത്തിന്റെ ആദർശ ജീവിതവുമായി ഇസ്ലാമിക ജീവിതവുമായി ഇത്രമാത്രം അഭേദ്യ ബന്ധമുള്ള ഈ മസ്ജിദുൽ ഹറാം, ഈ മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ഈ ദൈവിക ഭവനത്തിന് ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അന്നത്തെ മുസ്ലിങ്ങൾക്കും മസ്ജിദുൽ ഹറാം വിലക്കപ്പെട്ട, മസ്ജിദുൽ ഹറാം തടയപ്പെട്ട, അവിടെ ആരാധന നടത്തുന്നതിൽ നിന്ന് മുസ്ലിങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തപ്പെട്ട ഒരു ചരിത്രം മസ്ജിദുൽ ഹറം എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ പള്ളിക്ക് അങ്ങനെ ഒരു ചരിത്രമുണ്ട് എന്ന് നമ്മൾ അറിയണം. മക്കയെ സംബന്ധിച്ചിടത്തോളം അറേബ്യയുടെ വാണിജ്യ കേന്ദ്രമായി അറിയപ്പെട്ടിരുന്ന അന്ന് ആ കാലം മുതൽ തന്നെ അറേബ്യയുടെ നാനാഭാഗങ്ങളിൽ നിന്ന് ഏത് അറബിക്കും മക്കയിൽ വരാം, കഅബയെ തവാഫ് ചെയ്യാം, ഹജ്ജ് ചെയ്യാം, ഉംറ ചെയ്യാം, നമസ്കരിക്കാം, അവിടെ നിന്ന് പ്രാർത്ഥിക്കാം. കഅബാലയത്തിന്റെ പരിപാലകരായ അതിനെ സംരക്ഷിച്ചു പോന്നിരുന്ന ഖുറൈശികൾ ഒരു വിലക്കും ആർക്കും ഏർപ്പെടുത്തിയിട്ടില്ല. കക്ഷിഭേദമന്യേ ശത്രുവിന് പോലും ഹറമിൽ വരാനും തവാഫ് ചെയ്യാനും ഹജ്ജിനും അവർ അനുവാദം കൊടുത്തിരുന്നു. എത്രത്തോളം ചരിത്രം പറയുന്നു, ഒരു ശത്രു ഹറമിന്റെ അകത്ത് അഭയം പ്രാപിച്ചാൽ പിന്നെ അവനെ പിന്തുടരാൻ പാടില്ല എന്നത് ഖുറൈശികളുടെ ഒരു നയമായിരുന്നു. അങ്ങനെ ശത്രുവിന് പോലും ഹറമിൽ കടക്കാനും അവിടെ ആരാധന നടത്താനും അനുവാദം കൊടുത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം അത് വിലക്കപ്പെട്ടു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ മുറ്റത്ത് നമസ്കരിക്കുന്നത് കണ്ട് അബൂജഹൽ ഒരിക്കൽ പ്രവാചകനെ ഭീഷണിപ്പെടുത്തി. അബൂ മുഹമ്മദ്, ഇനി ഈ കഅബാലയത്തിന്റെ മുറ്റത്ത് നീ ദൈവത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നത് ഞാൻ കണ്ടുപോകരുത്. അബൂജഹലിന്റെ ഭീഷണിയാണ്. പക്ഷെ ഭീഷണി വകവെക്കാതെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും കഅബയുടെ പരിസരത്ത് നമസ്കരിച്ചു. ഈ വിവരം അബൂജഹലിന് അണികൾ അറിയിച്ചു. താങ്കൾ ഭീഷണിപ്പെടുത്തിയിട്ട് മുഹമ്മദ് കഅബയിൽ നമസ്കരിക്കുന്നു. അബൂജഹൽ പറഞ്ഞു, നാളെയാവട്ടെ, എന്റെ ഭീഷണി കേട്ടിട്ടും അവൻ കഅബയിൽ നമസ്കരിക്കുകയാണെങ്കിൽ നാളെ അവൻ നമസ്കരിക്കാൻ വരുമ്പോൾ അവന്റെ പെരടി ഞാൻ ചവിട്ടി ഞാൻ അവനെ നിരത്തിട്ട് ഉരുട്ടും, അവന്റെ കുടുമ പിടിച്ച് ഞാൻ വലിക്കും. നിങ്ങൾ നാളെ നോക്കിക്കൊള്ളുക, മുഹമ്മദിനെ നാളെ ഞാൻ കഅബയിലിട്ട് ചവിട്ടുന്നതാണ്. അങ്ങനെ നാളെ പ്രവാചകൻ കഅബയുടെ അടുത്ത് നമസ്കരിക്കുന്നതും കാത്ത് അബൂജഹൽ കാത്തിരിക്കുകയാണ്. സാധാരണ പോലെ പ്രവാചകനും വന്നു. അനുയായി വൃന്ദം ഒന്നടങ്കം അബൂജഹൽ പ്രവാചകനെ ആക്ഷേപിക്കുന്നതും മർദ്ദിക്കുന്നതും കാണാൻ ആവേശത്തോടെ കൂടി നിൽക്കുകയാണ്. റസൂൽ ശാന്തനായി സാധാരണ നമസ്കരിക്കുന്ന സ്ഥലത്തേക്ക് പുറപ്പെടുന്നു. അബൂജഹൽ ആക്രോശിച്ചുകൊണ്ട് നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ സമീപിക്കുന്നു. പക്ഷേ പോയ പോലെ അബൂജഹൽ ഞെട്ടി പിറകോട്ടടിച്ച് അസ്വസ്ഥനായി തിരിച്ചു വരികയാണ്. അനുയായികൾ ചോദിച്ചു, അബുൽ ഹക്കം, അങ്ങനെയാണല്ലോ യഥാർത്ഥ പേര്, താങ്കൾക്ക് എന്ത് പറ്റി? എന്റെ മുഹമ്മദിന്റെ നേരെ അടുത്ത് താങ്കൾ അതേ വേഗത്തിൽ തിരിച്ചു വന്നു. അബൂജഹൽ പറഞ്ഞു, മുഹമ്മദിനെ ചവിട്ടാൻ ഞാൻ ആഞ്ഞു ചെന്നപ്പോൾ എനിക്കും അവനുമിടയിൽ ഒരു വല്ലാത്ത ഗർത്തം അനുഭവപ്പെട്ടു. ഒരു സത്വം എന്നോട് അടുക്കുന്നു. ഞാൻ മുഹമ്മദിനെ വല്ലതും ചെയ്തിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. ഞാൻ ഭയപ്പെട്ടു പോയി, ഞാൻ അസ്വസ്ഥനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് അബൂജഹൽ തന്റെ അനുയായികൾക്ക് മറുപടി കൊടുത്തൊരു ചരിത്രമുണ്ട്. സൂറത്തുൽ അലക്കിൽ അറഅയ്തല്ലദി യൻഹാ അബദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബി അന്നല്ലാഹ യറാ കല്ലാ ലഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിയ ഫൽയദഉ നാദിയ സനദഉ സബാനിയ കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖതരി. ഈ ആയത്ത് ഇറങ്ങിയത് തന്നെ ഈ സംഭവത്തെ തുടർന്നാണ് എന്നാണ്. അഥവാ പ്രവാചകൻ നമസ്കരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ നബിയെ വിലക്കാനും തടയാനും ശ്രമിച്ച അബൂജഹലിന്റെ നടപടിയെ പറ്റിയാണ് പറഞ്ഞത്. എന്താണ്? അറഅയ്തല്ലദി യൻഹാ, നീ കണ്ടില്ലേ നമ്മുടെ ഒരു അടിമ നമസ്കരിക്കാൻ പോയപ്പോൾ അടിമയെ തടയാൻ ശ്രമിച്ചവൻ, അവൻ ആ പണിക്ക് നിൽക്കണ്ട. അവൻ ഈ പണിയിൽ നിന്ന് പിന്തിരിഞ്ഞില്ല എങ്കിൽ, നമ്മുടെ ദാസനെ നമസ്കാരത്തിൽ നിന്ന് തടയാനുള്ള ശ്രമത്തിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞില്ല എങ്കിൽ ലനസ്ഫഅൻ ബിൻ നാസിയ, അവന്റെ കുടുമ പിടിച്ച് നാം മരിക്കും. അബൂജഹലിനെ പറ്റി ഖുർആൻ പറഞ്ഞതാണ്. അങ്ങനെ പ്രവാചകനെ കഅബയിൽ നിന്ന് നമസ്കാരത്തിൽ തടയുന്നതിനെ തൊട്ട് അബൂജഹൽ നടത്തിയ ശ്രമത്തെപ്പറ്റി വിശുദ്ധ ഖുർആൻ തന്നെ ഒരു പരാമർശം നടത്തുകയാണ്. ഒറ്റപ്പെട്ട സംഭവമല്ല, ഇങ്ങനെ പല പ്രാവശ്യവും
പ്രവാചകനും അനുയായികളും കാഴ്ബയിൽ നമസ്കരിക്കാൻ ചെന്നാൽ അവിടെ അനുവദിക്കില്ല. അവസാനം ഇങ്ങനെ ഒരു അമാനുഷിക സംഭവം ഉണ്ടായതോടുകൂടി അബൂജഹല് കാഴ്ബയുടെ പരിസരത്ത് വെച്ച് നബിയെ മർദ്ദിക്കുന്നത് നിർത്തി. പിന്നെ കാഴ്ബക്ക് പുറത്തിറങ്ങിയ നബിയെയും അനുയായികളെയും ക്രൂരമായി പീഡിപ്പിക്കാനും മർദ്ദിക്കാനും തുടങ്ങി. അങ്ങനെ പീഡനം സഹിക്കാൻ കഴിയാതെ, മർദ്ദനം സഹിക്കാൻ കഴിയാതെ നബിയും അനുയായികളും മദീനയിലേക്ക് ഹിജറ ചെയ്തു. ചുരുക്കി പറയുകയാണ് ഞാൻ. അങ്ങനെ ഹിജറ ചെയ്ത് 6 വർഷം പിന്നിട്ടു. ഈ 6 വർഷത്തിനിടയിൽ ബദർ നടന്നു, ഉഹുദ് നടന്നു, പല യുദ്ധങ്ങളും നടന്നു. ആ യുദ്ധത്തിലൊക്കെ മുസ്ലിം സമൂഹം അവരുടെ ശേഷി പ്രകടിപ്പിച്ചതാണ്. മുസ്ലിം സമൂഹത്തിന്റെ കരുത്ത് ഖുറൈശികൾ അനുഭവിച്ചറിഞ്ഞ പല യുദ്ധങ്ങളും ഈ 6 വർഷത്തിനുള്ളിൽ നടന്നു. അങ്ങനെ ഹിജറ 6-ാം വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ കണ്ട ഒരു സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിൽ തന്റെ അനുയായികളോട് മക്കയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിക്കൊള്ളുക, നാം അവിടെ പോയി ഉംറ ചെയ്ത് തവാഫ് ചെയ്ത് മടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഹിജറ 6-ാം വർഷം 1400 പേരടങ്ങുന്ന ഒരു സംഘവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയിലേക്ക് പുറപ്പെടുകയും മസ്ജിദുൽ ഹറമിലേക്ക് പുറപ്പെടുകയും അവിടെ തവാഫ് നടത്താനായിട്ട് നബി തയ്യാറെടുക്കുകയും ചെയ്തു. ഈ വിവരം മക്കയിലെ ഖുറൈശികൾ അറിയുകയാണ്. അവരുടനെ ദാറുന്നതവയിൽ കൂടിയാലോചന നടത്തിയിട്ട് തീരുമാനമെടുത്ത്, സാധ്യമല്ല, നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുഹമ്മദ് ഹറമിൽ വന്ന് നമസ്കരിച്ച് തിരിച്ചു പോകുന്നത് അനുവദിക്കാനാവില്ല. നമ്മളൊക്കെ ജീവിച്ചിരിക്കെ നമ്മുടെ മൂക്കിന്റെ മുന്നിൽ വന്ന് മുഹമ്മദ് ഇവിടെ വന്ന് സുജൂദ് ചെയ്തിട്ട് തിരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാനാവില്ല. എന്ത് വില കൊടുത്തും പ്രവാചകനെ തടയാൻ ഖുറൈശികൾ യുദ്ധസന്നാഹം ഒരുക്കുകയാണ്. ഈ വിവരം പ്രവാചകൻ അറിയുന്നു. പ്രവാചകൻ ഹുദൈബിയ എന്ന സ്ഥലത്ത് തന്റെ യാത്ര അവസാനിപ്പിക്കുന്നു. അവരുമായിട്ടുള്ള ചർച്ചക്കൊടുവിൽ പ്രവാചകൻ മക്കയിലേക്ക് പോകാതെ തിരിച്ച് മദീനയിലേക്ക് വരികയാണ്. നബി മക്കയിലേക്ക് പോകാതെ മദീനയിലേക്ക് തിരിച്ചു വന്നതിന് ചില സഹാബികൾക്ക് പോലും ഇഷ്ടപ്പെട്ടില്ല. നബി എന്തിനാ ഇങ്ങനെ ഭീരുത്വം കാണിക്കുന്നത്? നബി എന്തിനാ ഇങ്ങനെ അവരുടെ മുമ്പിൽ കീഴടങ്ങുന്നത്? നമുക്കങ്ങോട്ട് പോയിക്കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ തീരുമാനത്തെ എതിർത്ത പല സഹാബികളും ഉണ്ടായിരുന്നു. അങ്ങനെ ഹിജറ 6-ാം വർഷം മസ്ജിദുൽ ഹറാമിലേക്ക് പോകാൻ കഴിയാതെ പ്രവാചകനും അനുയായികളും മദീനയിലേക്ക് തിരിച്ചു വന്നു. വന്നതിന് ശേഷം ഉള്ളിൽ അമർഷം പേര് നടക്കുന്ന ചില സഹാബികൾ അവരൊരു തീരുമാനമെടുത്തു. നമ്മളെ മസ്ജിദുൽ ഹറാമിൽ തടയാൻ ഖുറൈശികൾ ഏതായാലും തീരുമാനിച്ചിരിക്കുന്നു. നമ്മെ അവിടെ നമസ്കരിപ്പിക്കില്ല എന്നും നമുക്കവിടേക്ക് പോകാൻ അനുവാദം തരില്ല എന്നും മസ്ജിദുൽ ഹറമ് നമുക്ക് അവർ വിലക്കുകയും തടയുകയും ചെയ്തിരിക്കെ, അവിടെ ആരാധന നടത്താൻ നമുക്ക് അവകാശം അവർ നിഷേധിച്ചിരിക്കെ, അതിനോട് പ്രതികാരം എന്ന നിലയിൽ അവരുടെ ഒരൊറ്റ യാത്രാ സംഘത്തെയും മദീനയുടെ വഴിയിലൂടെ നാം ഇനി കടത്തിവിടാൻ പാടില്ല. ഖുറൈശികളുടെ കച്ചവട ചരക്കുകൾ മദീനയുടെ യസ്രിബിലൂടെ പോയാൽ അവരെ നാം പിടിച്ചുവെക്കും. മക്കയിലേക്ക് പുറപ്പെടുന്ന അവരുമായി ബന്ധപ്പെടുന്ന ഗോത്രങ്ങളെ അവരുടെ വഴി നാം തടയും. കാരണം നമുക്ക് അവർ മസ്ജിദുൽ ഹറാം തടഞ്ഞിരിക്കുന്നു. അങ്ങനെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തങ്ങൾക്ക് ആരാധിക്കുവാനുള്ള അനുവാദം തടയപ്പെട്ടതിന്റെ പ്രതികാരമെന്നോണം ചില മുസ്ലിങ്ങൾ ഖുറൈശികളുടെ കച്ചവട ചരക്കടക്കമുള്ള ചില യാത്രാ സംഘങ്ങളെ തടയാൻ, വഴി തടയാൻ ശ്രമിച്ച ഒരു സംഭവം നടക്കുകയുണ്ടായി. ആ സംഭവത്തെ തുടർന്ന് അല്ലാഹു തആല സൂറത്തുൽ മാഇദയിൽ അവതരിപ്പിച്ച ഒരു ആയത്താണ് സൂറത്തുൽ മാഇദയിലെ 2-ാമത്തെ ആയത്ത്. എന്താണ്? വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാമി അൻ തഅതദു വതആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. വലാ യജ്രിമന്നകും ശനആന ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം. ഒരു ജനതയോടുള്ള നിങ്ങളുടെ അമർഷം, ഒരു ജനതയോടുള്ള നിങ്ങളുടെ വിരോധം എന്തിന്റെ പേരിൽ? അൻസദ്ദൂക്കും അനിൽ മസ്ജിദുൽ ഹറാം. മസ്ജിദുൽ ഹറാമിനെ തൊട്ട് അവർ നിങ്ങളെ തടഞ്ഞു എന്ന കാരണത്താൽ ആ ജനതയോടുള്ള നിങ്ങളുടെ വിരോധം നിങ്ങളെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അൻതഅതദു, അതിക്രമം കാണിക്കുവാൻ. നിങ്ങളെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് തടഞ്ഞു എന്ന കാരണത്താൽ ഒരു ജനതയോട് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിട്ടുള്ള നീരസം, അമർഷം, അവരോട് അതിക്രമം കാണിക്കുവാൻ, അവരോട് അന്യായം കാണിക്കുവാൻ, അനീതി കാണിക്കുവാൻ നിങ്ങൾക്ക് കാരണമായി കൂടാ. തആവനു അലൽ ബിർരി വൽ വത്തഖ്വ, ധർമ്മത്തിലും പുണ്യത്തിലും നിങ്ങൾ സഹകരിക്കണം. വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, ശത്രുതയിലും കുറ്റകൃത്യങ്ങളും നിങ്ങൾ സഹകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ ആ നടപടിയെ എതിർത്തുകൊണ്ട് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ച ഒരു ആയത്താണ് സൂറത്തുൽ മാഇദയിലെ ഞാൻ ഓതി കേൾപ്പിച്ച ഈ ആയത്ത്. എന്താണ് ഇവിടെ സംഭവിച്ചത്?
വിശ്വാസപരമായി, ആദർശപരമായി, ചരിത്രപരമായി മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട മുസ്ലിങ്ങളുടെ ഏറ്റവും പവിത്രമായ ഒന്നാമത്തെ പള്ളി മസ്ജിദുൽ ഹറാം. വിശ്വാസപരമായി, ചരിത്രപരമായി ഇന്ന അവ്വല ബൈത്തിൻ ഉളിയ ലിന്നാസി ലല്ലദീ ബിബക്കത, അരൂപിയായ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ലോകത്ത് ഏറ്റവും ആദ്യമായി ഇബ്രാഹിം നബി പടുത്തുയർത്തിയ പുനർനിർമ്മിച്ച വിശുദ്ധ കഅബാലയം, ഏകദൈവ ആരാധനയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ഒരു കഅബ. പക്ഷേ അതിന്ന് കൈകാര്യം ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന മുശ്രിക്കുകളാണ്, ഖുറൈശികളാണ്. അതിന്റെ അവകാശികൾ ഏകദൈവ ആരാധകരായ മുസ്ലിങ്ങളാണ്. ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരായ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട മസ്ജിദുൽ ഹറാം ആദർശപരമായി, ചരിത്രപരമായി, വിശ്വാസപരമായി എന്തുകൊണ്ടും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട മസ്ജിദുൽ ഹറാം. പക്ഷേ മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട ആ പള്ളിയിൽ നിന്ന്, ആ മസ്ജിദുൽ ഹറമിൽ നിന്ന് അവരെ തടയുവാൻ ഖുറൈശികൾ തീരുമാനമെടുക്കുകയും ആ തീരുമാനത്തിന്റെ പേരിൽ ഖുറൈശികളോടുള്ള പ്രതികാര നടപടിയുടെ ഭാഗമായി അവരുടെ യാത്രാ സംഘങ്ങളെ തടയാൻ മുസ്ലിങ്ങൾ തീരുമാനിച്ചപ്പോൾ അള്ളാഹ് ഇടപെട്ടുകൊണ്ട് പറഞ്ഞത് എന്താണ്? പാടില്ല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്ന കാരണത്താൽ ഒരു ജനതയോട് നിങ്ങളുടെ മനസ്സിൽ തോന്നിയിട്ടുള്ള വിരോധം, അമർഷം നിങ്ങൾ അന്യായവും അതിക്രമവും കാണിക്കാൻ കാരണമായി കൂടാ, നിങ്ങളെ അതിന് പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ്. ഇതാണ് വിശുദ്ധ ഖുർആൻ. ലോകത്ത് ഇങ്ങനത്തെ ഒരു ഉപദേശം നൽകപ്പെട്ട ഒരു സമുദായം ഈ സമുദായമല്ലാതെ ഉണ്ടോ? ഇമാം സയ്യിദ് ഖുത്ബ് വിശുദ്ധ ഖുർആനിനെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ല രൂപത്തിൽ വ്യാഖ്യാനിച്ച 20-ാം നൂറ്റാണ്ടിലെ വിശ്വവിഖ്യാത പണ്ഡിതനായ ഷഹീദ് സയ്യിദ് ഖുത്ബ് വിശുദ്ധ ഖുർആനിന് ഏറ്റവും നല്ല വ്യാഖ്യാനം എഴുതിയ മുഫസ്സിർ ഫീ ദിലാലിൽ ഖുർആൻ, ഖുർആനിന്റെ തണലിൽ എന്ന വിശുദ്ധ തഫ്സീർ എഴുതിയ ഷഹീദ് സയ്യിദ് ഖുത്ബ് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അദ്ദേഹം പറയുന്നു, ഇന്നഹാ കിമ്മത്തും ഫീ ലബ്ത്തിൻ നഫ്സി വഫീ സമാഹത്തിൽ ഖൽബി വലാകിന്നഹാ ഹിയൽ കിമ്മത്തു അല്ലതി ലാ ബുദ്ദ അൻ തർക്കിയ ഇലൈഹാ അൽ ഉമ്മത്തുൽ മുസ്ലിമ അൽ മുകല്ലഫത്തു മിർ റബ്ബിഹാ അൻ തഖൂമ അലൽ ബശരിയ്യത്തി ലിതഹദീഹാ. അദ്ദേഹം പറയുന്നു, എന്താണ് ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറയുന്നത്? ഇന്നഹാ കിമ്മത്തും ഫീ ലബ്ത്തിൻ നഫ്സി വഫീ സമാഹത്തിൽ ഖൽബി. അള്ളാഹുവിന്റെ ഈ വർത്തമാനം ഇത് ആത്മനിയന്ത്രണത്തിന്റെയും ഹൃദയവിശാലതയുടെയും ഒരു കൊടുമുടിയാണ്. ആത്മനിയന്ത്രണത്തിന്റെയും ഹൃദയവിശാലതയുടെയും ഒരു കൊടുമുടിയാണ് അള്ളാഹുവിന്റെ ഈ വർത്തമാനം. ഏത് വർത്തമാനം? തങ്ങൾക്ക് എന്തുകൊണ്ടും അവകാശപ്പെട്ട പള്ളിയിൽ നിന്ന് തങ്ങളെ തടയുന്ന, തങ്ങളെ വിലക്കുന്ന ഒരു കൂട്ടരെ, അവരോടുള്ള ഒരു വിരോധം പ്രകടിപ്പിക്കാൻ മുസ്ലിങ്ങൾ ശ്രമിച്ചപ്പോൾ പാടില്ല. മസ്ജിദുൽ ഹറാമിൽ നിന്ന് നിങ്ങളെ തടഞ്ഞു എന്നതിന്റെ പേരിൽ അവരോട് അന്യായം കാണിക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്ന് മുസ്ലിങ്ങളോട് അള്ളാഹു പറയുന്ന ഈ വർത്തമാനം, ഇത് ആത്മനിയന്ത്രണത്തിന്റെ ഹൃദയവിശാലതയുടെ ഒരു കൊടുമുടി തന്നെയാണ്. അതിലേക്ക് കയറാൻ, അതിലേക്ക് എത്തിപ്പിടിക്കാൻ ഇച്ചിരി പ്രയാസമുണ്ട്. എന്നിട്ട് പറയാണ്, വലാകിന്നഹാ ഹിയൽ കിമ്മത്തുല്ലതി ലാ ബുദ്ദ അൻ തർക്കിയ ഇലൈഹാ അൽ ഉമ്മത്തുൽ മുകല്ലഫത്തു മിർ റബ്ബിഹാ. പക്ഷേ ഈ ലോകത്തെ മനുഷ്യരാശിയെ സന്മാർഗത്തിന്റെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ അള്ളാഹു നിയോഗിച്ച ഒരു സമുദായം എന്ന നിലയിൽ മുസ്ലിം സമുദായത്തിന് ഈ കൊടുമുടി കയറാതിരിക്കാനാവില്ല. ഈ കൊടുമുടി ഈ സമുദായത്തിന് കയറാതിരിക്കാനാവില്ല. കാരണം ഈ സമുദായത്തിന്റെ കയ്യിലാണ് ഈ ലോകത്തിന്റെ സന്മാർഗം. അങ്ങനെയുള്ള ഈ സമുദായത്തിന് ഈ ഗിരിമാർഗം, ഈ കൊടുമുടിയെ അതിനെ കയറാതിരിക്കാനാവില്ല എന്ന ഒരു വ്യാഖ്യാനം ഷഹീദ് സയ്യിദ് ഖുത്ബ് അദ്ദേഹത്തിന്, ഞാൻ ഇന്നലെ ഈ ആയത്തിനെ മുൻനിർത്തിക്കൊണ്ട് 4-5 തഫ്സീറുകൾ പരിശോധിച്ചു. ഏറ്റവും സമർത്ഥമായ, നിങ്ങൾ അറിയണം, മുസ്ലിം സമൂഹത്തിന് വളരെ കൃത്യമായ ദിശാബോധം നൽകുന്ന ഇത്രയും നല്ലൊരു തഫ്സീറിന്റെ വക്താവാണ് ഷഹീദ് സയ്യിദ് ഖുത്ബ്. അദ്ദേഹത്തെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ ചില മുസ്ലിം പണ്ഡിതന്മാർ പോലും ഏറ്റവും വലിയ ഭീകരവാദിയായി പരിചയപ്പെടുത്തുന്നതും പ്രസംഗിക്കുന്നതും. മുസ്ലിം സമൂഹത്തിന് അവിവേകത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുക്കാതെ വിവേകത്തിന്റെ, സഹിഷ്ണുതയുടെ, ഹൃദയവിശാലതയുടെ വ്യാഖ്യാനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മുഫസ്സിർ. ഈ ആയത്തിന്റെ വെളിച്ചത്തിലും മുസ്ലിം ലോകത്തിന് അദ്ദേഹം കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? ഹൃദയവിശാലതയുടെ, ആത്മനിയന്ത്രണത്തിന്റെ കൊടുമുടിയാണ് ഈ ആയത്ത്. പക്ഷെ മുസ്ലിം ഉമ്മത്തിന് ആ കൊടുമുടി കയറാതിരിക്കാനാവില്ല. ഏതായത്തിനെ പറ്റി? ഞാൻ നേരത്തെ സൂചിപ്പിച്ച വലാ യജ്രിമന്നക്കും ശനആന ഖൗമിൻ. ഏതർത്ഥത്തിലും 3 മാനദണ്ഡത്തിൽ മുസ്ലിങ്ങൾക്ക് അർഹതപ്പെട്ട ഒരു പള്ളി എന്ന നിലയിൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് അവരെ തടഞ്ഞൊരു സന്ദർഭത്തിൽ
സ്വാഭാവികമായി മുസ്ലിങ്ങൾക്ക് തോന്നാവുന്നൊരു വികാരം. അത് മനുഷ്യപ്രകൃതിയാണ്. നീതി നിഷേധിക്കപ്പെടുമ്പോൾ മനസ്സിൽ പലതും തോന്നും. അത് ഖുർആൻ നിഷേധിച്ചിട്ടില്ല. മനസ്സിലുള്ള ആ തോന്നലിനെ ഖുർആൻ തടഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞ ഒരു ജനതയോട് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന നീരസം, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന അമർഷം, പക്ഷെ ആ അമർഷം അന്യായം കാണിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത് എന്നാണ് ഖുർആൻ പറയുന്നത്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ആയത്ത് എന്തിന് ഞാൻ ഉദ്ധരിച്ചു എന്ന് ചോദിച്ചാൽ, മുസ്ലിം ഇന്ത്യ സമാനമായൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ അകപ്പെട്ടു നിൽക്കുന്നത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി മുസ്ലിം സമൂഹം ആരാധിച്ചുകൊണ്ടിരുന്ന ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളി, ഒരുപാട് നീണ്ട വാദപ്രതിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒടുവിൽ ഇന്നലെയാണ് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ആദ്യത്തെ വിധി. വിധി എന്ന് പറയുന്നതിനേക്കാൾ അതൊരു ഒത്തുതീർപ്പ് എന്നാണ് അതിനെ നിയമജ്ഞർ പോലും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതൊരു വിധിയല്ല. രാജ്യത്തെ സമൂഹങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ കുറക്കാൻ വേണ്ടി കോടതി കണ്ടെത്തിയ ഒരു നീക്കം അതൊരു വിധിയല്ല. തീർച്ചയായും ഈ രാജ്യത്ത് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ വിധി നിരാശാജനകമാണ്. നമ്മുടെ മനസ്സിൽ വേദനയുണ്ട്. ചരിത്രപരമായി പിൻബലമില്ലാത്ത കാര്യങ്ങൾ വെച്ചുകൊണ്ട് കോടതി നടത്തിയിട്ടുള്ള ഉത്തരവ് അല്ലെങ്കിൽ അത്തരമൊരു നീക്കം. പക്ഷേ അത്തരമൊരു അവകാശം നിഷേധിക്കപ്പെട്ടു എങ്കിൽ പോലും ഇതിനേക്കാൾ വലിയ പവിത്രമായൊരു പള്ളിയിലേക്ക് കടക്കാനുള്ള അവകാശത്തെ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ അന്നത്തെ മുസ്ലിങ്ങളോട് പടച്ചതമ്പുരാൻ പറഞ്ഞൊരു വർത്തമാനത്തെ മുൻനിർത്തി തന്നെയല്ലാതെ വേറെന്താണ് ഈ സമുദായത്തോട് പറയുക? ഇത് ഭീരുത്വത്തിന്റെ വർത്തമാനമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഈ രാജ്യത്ത് മുസ്ലിങ്ങൾ ഈ വിധിയെ വേദനയോടുകൂടിയാണെങ്കിൽ പോലും അവർ ഉമ്മത്ത് മുസ്ലിമയുടെ ദൗത്യത്തെ മുൻനിർത്തിക്കൊണ്ട് ധീരോദാത്തമായ ഒരു നിലപാട് അവർ സ്വീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാർ എടുത്തിട്ടുള്ള നിലപാട് വളരെ ശ്ലാഘനീയമാണ്. വിധി എതിരാണെങ്കിൽ പോലും കോടതി വിധിയെ ഞങ്ങൾ ബഹുമാനിക്കുമെന്ന് നേരത്തെ തുറന്നു പ്രഖ്യാപിച്ചൊരു സമുദായമാണ് മുസ്ലിം സമൂഹം. ഐക്യകണ്ഠേന ഈ രാജ്യത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളും പണ്ഡിതന്മാരും നേരത്തെ പ്രഖ്യാപിച്ചതാണ്. വിധി എന്ത് തന്നെയായാലും കോടതിയുടെ വിധിയെ ഞങ്ങൾ ബഹുമാനിക്കും, എതിരായാൽ പോലും അത് കോടതിയിൽ തന്നെ ഞങ്ങൾ ചോദ്യം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിലുള്ള വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പോകാൻ നമുക്ക് അനുവാദമുണ്ട്. നിയമത്തിന്റെ എല്ലാ വഴിയും തേടി നമ്മുടെ അവകാശത്തെ തിരിച്ചു പിടിക്കാൻ മുസ്ലിം ഉമ്മത്ത് എന്ന നിലയിൽ നാം ശ്രമിക്കും. പക്ഷേ ഇതിനിടയിൽ സംഘർഷം സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ നിരാശരാക്കിക്കൊണ്ട് ഈ പ്രശ്നത്തെ തെരുവിലേക്ക് വലിച്ചെടുക്കുന്ന ഒരു നിലപാടും ഒരു സമീപനവും മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഈ ആയത്തിന്റെ അവസാനത്തിൽ അള്ളാഹു പോലും പറഞ്ഞതെന്താണ്? വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. കുറ്റകൃത്യങ്ങളിലും ശത്രുതയിലും നിങ്ങൾ പരസ്പരം സഹകരിക്കരുത് എന്നാണ്. അതായത് ഈ സമൂഹത്തിൽ സംഘർഷവും ശത്രുതയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. അത്തരം ആളുകളുടെ പ്രേരണകൾക്ക് വഴങ്ങി നിങ്ങൾ ശത്രുതയിലും വിരോധത്തിലും സഹകരിക്കരുത്, അനുരഞ്ജനത്തിന്റെ വഴി നിങ്ങൾ അന്വേഷിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് ഖുർആൻ നൽകുന്നത്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ഈ പ്രതിസന്ധിയെ ഖുർആനിന്റെ ചരിത്രത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിജയിക്കണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. നിരാശപ്പെടരുത്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് എവിടെയും അവർക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ കഴിയുന്ന ഒരു ഉമ്മത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ജുഇലൽ അർളു കുല്ലുഹാ മസ്ജിദൻ ലി. എനിക്ക് എന്റെ സമുദായത്തിന് അള്ളാഹു നൽകിയൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത ഒന്ന് എന്താണ്? ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ജുഇലൽ അർളു കുല്ലുഹാ മസ്ജിദൻ. ഭൂമി എവിടെയും എനിക്ക് പള്ളിയാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ എവിടെ പള്ളി പണിതാലും അള്ളാഹ്ക്ക് സ്വീകാര്യമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു പുണ്യപുരുഷന്റെ ജന്മസ്ഥലത്ത് തന്നെ പള്ളി പണിയുള്ളൂ, അല്ലെങ്കിൽ പള്ളി പണിതാലേ ശരിയാകുള്ളൂ, ഇങ്ങനൊരു വിശ്വാസം മുസ്ലിങ്ങൾക്കില്ല. ഏതെങ്കിലും ഒരു മഹാന്റെ മക്ബറ കേന്ദ്രീകരിച്ച് അത് ശിർക്കുമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി പണിയുന്നതിന്റെ മാനദണ്ഡം ഏതെങ്കിലും ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചോ, ജന്മസ്ഥലം കേന്ദ്രീകരിച്ചോ, മരണസ്ഥലം കേന്ദ്രീകരിച്ചോ അല്ല. ഭൂമി മുഴുവൻ എനിക്ക് പള്ളിയാക്കപ്പെട്ടു എന്ന പ്രവാചകന്റെ വചനം മുസ്ലിം ഉമ്മത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരണം. എന്നാൽ പിന്നെ ഇതങ്ങ് പൊക്കോട്ടെ എന്നുമല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം അങ്ങനെ ഇരിക്കെ പിന്നെ എന്തിന് മുസ്ലിം പണ്ഡിതന്മാർ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ ഇനിയും സുപ്രീം കോടതിയെ സമീപിക്കുന്നു എന്ന് ചിലർ ചിന്തിക്കും. അതിന്റെ കാരണമുണ്ട്. സംഘപരിവാർ ഉന്നം വച്ചിരിക്കുന്നത് ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ മാത്രമല്ല, മധുര അടക്കമുള്ള
മുസ്ലിം സമൂഹത്തിന്റെ നൂറുകണക്കിന് പള്ളികൾക്ക് മേൽ അവർ നേരത്തെ അവകാശവാദം ഉന്നയിച്ചു തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പള്ളിയുടെ കാര്യത്തിൽ മുസ്ലിം സമൂഹം ഒരു അലംഭാവം കാണിക്കാതെ തിരിച്ചു പിടിക്കാവുന്ന അവസാനത്തെ വഴിയും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നടത്തും. ഭൂമി മുഴുവൻ പള്ളിയാക്കപ്പെട്ടിരിക്കെ എന്തിന് ഒരു ബാബരി മസ്ജിദിന്റെ പിന്നാലെ പോകുന്നു എന്ന് വല്ലാതെ ഈ മതേതരത്വത്തിന്റെ ചിഹ്നമണിയെന്ന് ചില സഹോദരങ്ങൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ എന്തിന് പിന്നെ ഇങ്ങനെ ഒരു പള്ളിയുടെ പിന്നെ അതങ്ങ് പൊക്കോട്ടെ എന്ന് കരുതുക? അത്രയും ലാഘവത്തോടെ കാണരുത്. അങ്ങനെ ലാഘവത്തോടെ കാണരുത് എന്ന് പറയുന്നതിന്റെ കാരണം ഇതൊരു ബാബരി മസ്ജിദിന്റെ മാത്രം പ്രശ്നമല്ല. ഒരുപാട് പള്ളികൾക്ക് മേൽ ഇതിനകം അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിനേക്കുള്ളൊരു പ്രതിരോധം എന്ന നിലയിലാണ് മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാർ തങ്ങൾക്ക് കഴിയാവുന്ന സാധ്യമായ മാർഗത്തിലൂടെ ഈ അവകാശം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത്, നിയമത്തിന്റെ വഴിയിലൂടെ. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് അവരുടെ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുത്തുകൊണ്ട് വ്യക്തിപരമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വിഭാഗത്തിന്റെയോ ഏതെങ്കിലും ഒരു ചെറിയ ചെറിയ ഗ്രൂപ്പുകളായോ തിരിഞ്ഞ് ഈ വിഷയത്തിൽ പ്രതികരിക്കാതെ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ മുസ്ലിം സമൂഹത്തിന് സാധ്യമാകണം. നമുക്കൊരു കാര്യം മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ പറയുവാനുള്ളത്, മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ ഈ രാജ്യത്ത് ആർക്കും ആശങ്ക വേണ്ടതില്ല എന്ന് നമ്മുടെ കർമ്മം കൊണ്ട് നമുക്ക് തെളിയിക്കാൻ കഴിയണം. രാജ്യം മുഴുവൻ ഇന്നലെ അതീവ ജാഗ്രതയിലായിരുന്നു, എന്ത് സംഭവിക്കും എന്നറിയാതെ. മുസ്ലിം സമൂഹത്തിന് ഉറപ്പായിരുന്നു ഈ സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് അന്യായം ഉണ്ടാവുകയില്ല. 92 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും മുസ്ലിങ്ങളല്ല കലാപം ഉണ്ടാക്കിയത്. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോഴും കലാപത്തിന് ഇരയായത് ഈ രാജ്യത്ത് മുസ്ലിങ്ങളായിരുന്നു. പള്ളി തകർക്കപ്പെട്ടതിന്റെ ആഹ്ലാദമായിരുന്നു ബോംബെ കലാപം. പള്ളി തകർക്കപ്പെട്ടതിൽ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചതായിരുന്നില്ല ബോംബെ കലാപം. ആഹ്ലാദത്തിന്റെ പേരിൽ പടക്കം പൊട്ടിച്ചും മുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്തിയും ആക്ഷേപിച്ചും കലാപം കൊടുമ്പിരിക്കൊള്ളുകയായിരുന്നു. മുസ്ലിങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് ഒരു ജാഗ്രതയും വേണ്ടതില്ലായിരുന്നു. കോടതി വിധിയെ മാനിക്കുമെന്ന് ഈ സമുദായം തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. പണ്ഡിതന്മാരുടെ ഈ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന്റെ അന്തസ്സും മുസ്ലിം ഉമ്മത്തിന്റെ കാര്യത്തിൽ രാജ്യം എടുത്തിരിക്കുന്ന ഒരു ആത്മധൈര്യം അത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയണം. വികാരങ്ങൾ കടിപ്പെട്ടു പോകരുത് എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഉണർത്തുകയാണ്. ഈ കണ്ട ജാഗ്രതയും ഈ കണ്ട സന്നാഹങ്ങളും ഡിസംബർ 6 അന്ന് നമ്മുടെ ഭരണകൂടം എടുത്തിരുന്നുവെങ്കിൽ ഒരുപാട് ദുരന്തങ്ങൾ ഈ രാജ്യത്ത് ഒഴിവാക്കാമായിരുന്നു. പക്ഷെ സംഭവിച്ചു പോയി. ഇനിയെങ്കിലും മുസ്ലിം ഉമ്മത്ത് ഈ വിഷയത്തിൽ ഒരു നയപരമായ ഹിക്മത്തിൻ്റെതായ ഖുർആനികവും ചരിത്രപരവുമായ പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ മുസ്ലിം ഉമ്മത്തിന് കഴിയണം. ഞാൻ അതുകൊണ്ടാണ് സൂറത്തുൽ മാഇദയിലെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ചരിത്രത്തിൽ സമാനമായ ഒരു അവസ്ഥയെ മുസ്ലിങ്ങൾ എങ്ങനെ തരണം ചെയ്തു എന്ന ഈ സംഭവത്തെ മുൻനിർത്തി നിങ്ങളെ ഉണർത്തിയത്. അല്ലാഹു സുബ്ഹാനഹു തആല പ്രതിസന്ധികളെ മറികടക്കുവാനും അതിജയിക്കുവാനും നമ്മുടെ സമുദായത്തിന് ദിശാബോധം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സമുദായത്തിന്റെ ഹൃദയത്തിൽ ഐക്യവും സഹകരണവും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ പണ്ഡിതന്മാരെ അള്ളാഹു തആല അവരുടെ മനസ്സുകളെ തമ്മിൽ അള്ളാഹു കൂട്ടിയിണക്കുമാറാകട്ടെ. ഈ പ്രതിസന്ധി അതിജയിക്കുവാൻ ഈ ഉമ്മത്ത് മുസ്ലിമുക്ക് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു വനശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون ونشهد أن حبيبنا وقدوتنا محمد بن عبد الله الذي بلغ الرسالة وأدى الأمانة ونصح الأمة وجاهد في سبيل الله حق جهاده أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الناس
أوصيكم عباد الله ثانيا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم ارض عن الأربعة الخلفاء الراشدين المهديين اللهم ارض عن نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين اللهم أجرنا من النار اللهم أجرنا من النار اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وادخلنا الجنة يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم أعز الإسلام والمسلمين وأذل النفاق والمنافقين اللهم ربنا تقبل منا دعاءنا يا مقبل الدعوات اللهم ربنا اشف أمراضنا يا شافي الأمراض اللهم اشف أمراضنا وأمراض والدينا يا رب العالمين ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم